അമേരിക്കക്കെതിരെ ശക്തമായ ആക്രമണം ഇന്ന് വരാനിരിക്കുന്നു എന്ന് ഇറാന്റെ IRGC ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശക്തമായ ആക്രമണം ആയിരിക്കും ഇത് എന്നാണ് ഇപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ഇറാന്റെ കസം എന്ന ദ്വീപിൽ അമേരിക്ക സൈനിക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെയുള്ള ആളുകളുടെ താമസ കെട്ടിടങ്ങൾക്ക് നേരെ അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രതികാരമായി നിന്ന് കടുത്ത ഒരു ആക്രമണം വരുമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഈ ഒരു 7 ദിവസം ഒരാഴ്ചത്തേക്ക് നീണ്ടു നിൽക്കുന്ന സൈനിക നടപടി പുനരാരംഭിക്കുകയാണ്. കാരണം ഇറാൻ ഞങ്ങൾ ആക്രമണം അവസാനിപ്പിച്ചതിന് ശേഷം മുവഫക് സൽത്തി എന്നറിയപ്പെടുന്ന ജോർദാനിലുള്ള അമേരിക്കൻ ബേസിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് അമേരിക്ക ആക്രമിക്കാതെ ഇറാൻ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനുള്ള ശിക്ഷ വരും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇറാൻ പറയുന്നത് ഞങ്ങൾ ആ ഒരു ആക്രമണം ജോർദാനിൽ നടത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ A-10 അതുപോലെ തന്നെ F-15 യുദ്ധവിമാനങ്ങൾ ഇറാനെ ആക്രമിക്കാനുള്ള ഒരു പ്രത്യേക ഓപ്പറേഷന് വേണ്ടി തയ്യാറാവുകയായിരുന്നു. ഞങ്ങൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റുള്ള എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ മുൻകൂർ ആക്രമണം നടത്തി ആ നീക്കത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അമേരിക്കക്ക് ഈ ആക്രമണം ഇറാനിൽ നിന്നും ഒരു സർപ്രൈസ് ആയിരുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു. കാരണം അമേരിക്ക വെടിനിർത്തി എന്തോ ഒരു പുതിയ കാര്യം ഇറാൻ പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിൽ നടത്താൻ വേണ്ടിയായിരുന്നു അമേരിക്ക ഇങ്ങനെ ഒരു വെടിനിർത്തിയൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു നീക്കമുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഇറാന്റെ അലാവുദ്ദീൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ പാർലമെന്ററി വിദേശകാര്യ നയങ്ങൾ രൂപീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്ക ഏകപക്ഷീയമായി എപ്പോഴെങ്കിലും വെടിനിർത്തുക എന്നത് ഞങ്ങളത് അംഗീകരിക്കുകയില്ല. ഞങ്ങൾ ഒരുപക്ഷെ അമേരിക്ക കീഴടങ്ങണം, അല്ല എങ്കിൽ കാര്യങ്ങൾ ശാന്തതയിലേക്ക് സമാധാനത്തിലേക്ക് കൈവരണം. അത് രണ്ടും ഇല്ല എങ്കിൽ ഞങ്ങളുടെ സൈനിക നടപടി തുടരുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ഗുരുതരമായ സാഹചര്യത്തിൽ ഇപ്പോൾ നീങ്ങുകയാണ്. മിഡിൽ ഈസ്റ്റ് എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടുതൽ രാഷ്ട്രങ്ങളിലേക്ക് ഈ ആക്രമണം വ്യാപിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്.